ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ സൗന്ദര്യ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പയ്യന്നൂരുകാരനായ കണ്ടോത്തുകാരനായ അധർ വരുണാണ് നമ്മുടെ കൂടെ ചേരുന്നത്. മോനിപ്പോ 4.5 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ? സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത അംഗൻവാടിയിലാണ് പഠിക്കുന്നത്. ഏത് മത്സരത്തിനാ പങ്കെടുത്തത്? ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടിയത്? എന്തൊക്കെയുണ്ടായിരുന്നു മത്സരം? നടക്കുന്നത്, പിന്നെ പിന്നെ ഇൻട്രൊഡക്ഷൻ. അപ്പം ആ സ്റ്റേജിൽ എങ്ങനെയാ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാം? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അധർ വരുൺ. ഞാൻ അംഗൻവാടി പഠിക്കുന്നു. ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ചച്ചൻ, വെല്ലച്ചൻ, കുഞ്ഞിവാവ, അച്ഛൻ, ഇത്ര ആൾക്കാർ എൻ്റെ വീട്ടിലുണ്ട്. ഫാഷൻ റൺവേ ഇന്റർനാഷണൽ സംഘടിപ്പിച്ച ജൂനിയർ മോഡൽ ഇന്റർനാഷണലിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അഥർവ് അരുൺ ഫസ്റ്റ് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികളുടെ ഫാഷൻ, മോഡലിംഗ്, ടാലന്റ് പ്രകടനങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന അന്തർദേശീയ പ്ലാറ്റ്ഫോമാണ് ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ. കുട്ടികളിലെ കലാപരമായ കഴിവുകൾ കണ്ടെത്തി അവരെ ദേശീയ, അന്തർദേശീയ തലങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കോഴിക്കോട് വെച്ച് നടന്ന ഇന്ത്യൻ ഫിനാലെയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് 1ാം സ്ഥാനം നേടിയാണ് ഈ കൊച്ചുമിടുക്കൻ ശ്രദ്ധേയനായത്. ഇതോടെ തായ്ലാന്റിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഈ മിടുക്കൻ നേടിയെടുത്തു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അധർ വരുൺ. കോഴിക്കോട് വെച്ച് ഫസ്റ്റ് 2 ദിവസം ഗ്രൂമിങ്, അതിൻ്റെ നെക്സ്റ്റ് ഗ്രൂമിങ്ങില്ല, രാവിലെ ഗ്രൂമിങ് പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം ടാലൻറ്റ് റൗണ്ടാണ് ഫസ്റ്റ് ഉണ്ടായത്. അതും അങ്ങനെ തന്നെ മോൻ എല്ലാവരും മുമ്പിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് പാടി. പിന്നെ നെക്സ്റ്റ് ഡേ ഉണ്ടായെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷനും ഇൻ്റർവ്യൂവും. അതവർ ക്വസ്റ്റ്യൻ ആൻസറും ചോദിക്കും. പിന്നെ മോൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മോൻ അറിയില്ല, കാരണം അംഗൻവാടിയിലല്ലേ, അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷായിരുന്നു മൊത്തം. ആ ഒരു പേടി മോൻ ഉണ്ടായിരുന്നു. മോൻ കരഞ്ഞിരുന്നു. അവർ ചോദിച്ചു എൻ്റെ കോച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത സംഭവം മോൻ ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും നല്ല സഹകരിച്ചു, കാരണം മോൻ മലയാളം എന്നപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുണ്ടായിട്ടുണ്ടാവും ഉള്ളിൽ. മോൻ നന്നായിട്ട് ഇൻട്രൊഡക്ഷനും ഇൻ്റർവ്യൂവും ചെയ്തു. പിന്നെ 3rd ഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും, അതായത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പേടിയുള്ള ദിവസം 3rd ഡേ ആയിരുന്നു. കാരണം ട്രഡീഷണൽ റൗണ്ട്, മോന് ട്രഡീഷണൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ അവർ സ്റ്റേജിൻ്റെ വലിയ സ്റ്റേജായിരുന്നു. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരണം. മോൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആയിരുന്നു. കുഞ്ഞുമക്കൾക്ക് പിന്നെ കയ്യിൽ വാള് സംഭവങ്ങൾ അതെല്ലാം ഉണ്ടായതുകൊണ്ട് മോനത് ചെയ്യാൻ പറ്റുമോ ഡൗട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രാക്ടീസൊന്നും, അത് ഡ്രസ്സിട്ട പ്രാക്ടീസൊന്നും അധികം കിട്ടിയിട്ടുണ്ടായിട്ടാ. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഭ തന്നെയാണ് മോൻ. അപ്പോൾ ഇത്തരം കടമ്പകൾ കിടക്കാൻ എന്തായാലും പയ്യന്നൂരുകാർ, അതായത് ഒരു നാട്ടിൻ പുറത്തുനിന്ന് ഇത്രയും ഒരു ഇന്റർനാഷണൽ ലെവൽ എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതിലെന്താണ് തോന്നുന്നത്? ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല മോനിങ്ങനെ കിട്ടുമെന്ന്. കാരണം വേറെ ഒന്നല്ല, അവിടെ ഇല്ലാതെ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട്, അത് കുറേ വർഷങ്ങളായിട്ട് ഈ മോഡലിംഗ് ചെയ്യുന്ന മക്കളായിരുന്നു. ഇവരുടെ കൂടെ മത്സരിച്ചതെന്ന് വെച്ചാൽ 10-14 കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. കാരണം ആരും മോശം പറയാനില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ലാസ്റ്റ് ആ സ്യൂട്ട് റൗണ്ടിലായിരുന്നു. അതിന് മുമ്പ് സബ് ടൈറ്റിലെല്ലാം കൊടുത്തപ്പോൾ മോനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു സബ് ടൈറ്റിൽ. അപ്പോൾ മോൻ കരഞ്ഞ് ചോദിച്ചു എന്ന് പറഞ്ഞു അവരോട്, അവിടുത്തെ ടീമിലത്തെ ആൾക്കാരോട് ചോദിച്ചു, മോന് ഇങ്ങനെ ട്രോഫി ഒന്നും കിട്ടിയിട്ടല്ല, കിട്ടൂലേന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഫസ്റ്റ് ആവുന്നത്. അപ്പം ലാസ്റ്റ് നമുക്കൊരു 10-11 മണി ആവാനാകുമ്പോൾ ഒരു റിസൾട്ട് വന്നത്. അപ്പോൾ സെക്കൻഡ് റണ്ണറപ്പ് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വെച്ച് ഫസ്റ്റ് റണ്ണറപ്പ് വേറൊരു കുട്ടിയുണ്ട്, അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്പർ 2 അധർ വരുൺ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങളുടെ കയ്യിൽ ഫോൺ ഫുള്ള് സ്വിച്ച് ഓഫ് ആയിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ ആ വീഡിയോ പോലും എടുക്കാൻ, അല്ലാതെ ഞങ്ങൾ അത്രയും ഇല്ലാണ്ട് എന്താ പറയുക, അതിനും ഇനി ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷം വേറെ കിട്ടായില്ല. ഞങ്ങൾ ഫാമിലിക്ക് മൊത്തം ഏറ്റവും വലിയ സന്തോഷം അതാണ്. അപ്പോൾ എന്തായാലും കേരളത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ചിരിക്കുകയാണ് അധർ. അതുപോലെ ഇന്റർനാഷണൽ തലത്തിലും നമ്മുടെ കേരളത്തിനും പയ്യന്നൂരിനും അഭിമാനമായി ഈ കൊച്ചുമിടുക്കൻ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.